നമസ്കാരം, എല്ലാവർക്കും ഫുഡ് സ്റ്റോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി തവ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. കുഞ്ഞു കഷ്ണം ഇഞ്ചി 4ആക്കി മുറിച്ചതാണ്. പിന്നെ കാന്താരി മുളക് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടിയും ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫിഷിന് ആവശ്യമുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിഷാണ്, അപ്പോൾ നമുക്ക് ഏത് ഫിഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ നെയ്മീനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 3/4 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം വെക്കുക, ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുക. അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഒന്ന് മുരിങ്ങി വരുമ്പോഴത്തേലും നമുക്കത് നെക്സ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. 2 മെത്തേഡിലൂടെയാണ് നമ്മൾ ഫിഷ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് കുറച്ച് വെറ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള പോലെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഇത് മറിച്ചിട്ട ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ അധികം വറ്റിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അത് അബ്സോർബ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേലും നമുക്കിത് എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഫസ്റ്റത്തെ തവ ഫിഷ് ഫ്രൈ. ഈ സെക്കൻഡ് മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഫിഷ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതേപോലെ തന്നെ സെയിം പോലെ തന്നെ ഒരു വശം ബ്രൗൺ ആകുമ്പോഴത്തേലും തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണും കോക്കനട്ട് മിൽക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം കൂടിയും അത് ഇട്ട് വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് മുരിയിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.